ഹലോ ഗൈസ്, ഈ എക്സ്പ്ലോർ ബൈ വെജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടിയുടെ നമ്മളൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നടത്തുന്നത്. 3700 കിലോമീറ്ററോളം നമ്മുടെ വണ്ടി ആയി. അപ്പോൾ അതിൻ്റെ ഒരു സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസും ഇത്രയും നല്ലൊരു സർവീസ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ വണ്ടികളുടെ കംപ്ലൈൻറ്റുകളും വണ്ടിയായിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. കം ഓൺ, ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി ഒരു 3700 കിലോമീറ്ററോളം ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടും എല്ലാമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഒരു 15 മിനിറ്റ് 18 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒതുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എക്സ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. ഓഫ് റോഡും അതേപോലെ തന്നെ നമുക്ക് ഓൺ റോഡും പോകാൻ പറ്റിയ ഒരു വെഹിക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ 199.5 cc സംതിങ് ഉള്ള ഒരു ലിക്വിഡ് കൂൾഡ് ഒരു എൻജിനാണ് എക്സ്പൾസിന് ഉള്ളത്. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ എക്സ്പൾസിന് ഒരു 80 കിലോമീറ്റർ ഓടി ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പം വണ്ടിക്ക് അങ്ങനെ മെയിനായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പക്ഷേ വരുന്നതെല്ലാം ചെറിയ കംപ്ലൈൻറ്റുകളാണ്. ചെറിയ മൈന്യൂട്ട് കംപ്ലൈൻറ്റുകളാണ് വരുന്നത് കൂടുതൽ. അത് ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാൽ നമുക്ക് ഗിയർ ഇടുമ്പം ഒരു ഓഫ് ആവുന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ ഓടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു പരിപാടി ഇപ്പം ഇതിനകത്തിപ്പം കാണുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെന്ന് മൈന്യൂട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഡിക്കേറ്ററിനകത്ത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ LED ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ LED ഇൻഡിക്കേറ്ററിനകത്ത് ഒരു വെള്ളം കയറുന്ന ഒരു പ്രവണത ആ LED ഇൻഡിക്കേറ്ററിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി ഫസ്റ്റ് സർവീസ് ഒരു 630 ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് LED ഇൻഡിക്കേറ്ററിനകത്ത് വെള്ളം കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇൻ്റർമീഡിയറ്റ് സർവീസ് ഒരു 3200 സംതിങ് ഒക്കെ ചെയ്യാവുന്ന സമയത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവർ വാറണ്ടി തന്നെ LED ഇൻഡിക്കേറ്റർ മാറി തന്നു. ഞാൻ ആദ്യം എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ബില്ല് വെച്ച് ഞാൻ പറഞ്ഞത് വാറണ്ടിയിലുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സർവീസ് മാനേജർ അടുത്ത് പറഞ്ഞ് വാറണ്ടിയിലുള്ളതാണ് എന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചത് അല്ലാണ്ട് നമ്മൾ ക്യാഷ് എടുത്ത് മാറുകയാണെങ്കിൽ ഒരു 450 രൂപ ഒരു LED ഇൻഡിക്കേറ്ററിനാണ് റേറ്റ് വരുന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡിൻ്റെ ഒരു ഓയിൽ ലീക്ക്. നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ഓയിൽ ലീക്കിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ട സമയത്ത് അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹെഡിൻ്റെ, അതായത് സിലിണ്ടറിൻ്റെ, അതായത് എൻജിൻ്റെ ഹെഡിൻ്റെ അവിടെ നിന്നൊരു ചെറിയൊരു ഓയിൽ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ലോങ് ട്രിപ്പ് എടുത്ത് 2300 2500 ഒക്കെ ആയ സമയത്ത് ഒരു ഹെഡിൻ്റെ ഒരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അത് കൊണ്ട് നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഇതിൽ മാനുവൽ വെച്ചിട്ടാകുമ്പം വണ്ടികളുടെ ഓയിൽ സീല് അതേപോലെ തന്നെ ഗ്യാസ്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും വാറണ്ടി കിട്ടുന്നതല്ലാന്ന്. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നതാണ്. ഓയിൽ സീല് എന്നിവയ്ക്കൊന്നും വാറണ്ടി കിട്ടുന്നതല്ലാന്നുണ്ട്. അവിടുത്തെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ സർവീസ് മാനേജർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ലാന്ന് കരുതി നമ്മൾ അത് മാറ്റി 65 രൂപ ആണ് നമുക്ക് ആ ബില്ലിൽ ആയത്. അതായത് അതിൻ്റെ ഹെഡിൻ്റെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. ആ ഗ്യാസ്കറ്റ് മാറുന്നതിന് നമുക്ക് 65 രൂപയാണ് നമുക്കായത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഞാൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്തു. പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്, സെൽഫ് എടുക്കുന്നില്ല, അതൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതപ്പോൾ ആദ്യം ഒന്ന് കാണിച്ച അവർ പറഞ്ഞു ടെർമിനൽ ലൂസാന്ന് പറഞ്ഞിട്ട് ടെർമിനൽ ടൈറ്റ് ചെയ്തു. പിന്നെ അതേ മിസ്സിങ് വന്ന് പിന്നെ കൊണ്ടുപോയി അവർ വാറണ്ടി തന്നെ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ പുതിയ ബാറ്ററി നമുക്ക് വെച്ച് തന്നു. നമുക്ക് ഒരു ബാറ്ററി അവർ പറഞ്ഞു ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിക്ക് ഒരു കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് അവർക്ക് തോന്നി. അപ്പം അവർ പുതിയ ബാറ്ററി നമ്മുടെ പേരും സൈനൊക്കെ എഴുതിയിട്ട് നമുക്ക് പുതിയ ബാറ്ററി നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതും എല്ലാം വാറണ്ടി തന്നെയാണ് ആ പുതിയ ബാറ്ററി വരുന്നത്. ബാറ്ററിക്ക് ഏകദേശം എത്ര 10,000 12,000 6,000 സംതിങ് കിലോമീറ്റർ കണ്ട് ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു കാലാവധിയാണ് ബാറ്ററിയുടെ വാറണ്ടി പറയുന്നത്. അല്ലെങ്കിൽ എടുക്കുന്ന ഇത്ര കിലോമീറ്റർ വെച്ചിട്ടാണ് വാറണ്ടി പറയുന്നത്. ആ ഒരു ഇതും നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ ഞാൻ ഒരിടത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഞാൻ ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഞാൻ ഓപ്പണാക്കി നോക്കി കഴിഞ്ഞപ്പം ഇതിനകത്തൊരു റബ്ബർ റിങ് ഉണ്ട്, ഒരു റബ്ബർ വാഷർ ഉണ്ട്. നമ്മുടെ ഫ്യൂവലിൻ്റെ ഇതും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ക്യാപ്പ് കൂടെ അടഞ്ഞിരിക്കുന്ന ഒരു റബ്ബർ റിങ് ഉണ്ട്, ഒരു ബ്രൗൺ കളർ റബ്ബർ റിങ്. ആ റബ്ബർ റിങ് ചൂട് കൊണ്ടിട്ടാണോ ഇതിൻ്റെ ആണോ എന്നറിയില്ല, പെട്രോളിൻ്റെ ലീക്കിൻ്റെയോ അല്ല പെട്രോളും തട്ടിയിട്ടാണോ എന്നറിയില്ല, പൊട്ടിക്കീറി വന്നിട്ടുണ്ടായിരുന്നു. റൗണ്ടിലാണ് റിങ്ങിരിക്കുന്നത്. ഞാനത്തെ റിങ് പൊട്ടിക്കീറി നോർമലായിരിക്കുന്നവർ അവരെ വിളിച്ച് അവർ പറഞ്ഞു എങ്ങനെ പൊട്ടിക്കീറിയത്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പെട്രോൾ അടിക്കാൻ നേരം ഓപ്പൺ ആക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. നോർമൽ വേറെ ടയർ ആയിരിക്കാനാണ് സാധ്യത. കാരണം നമ്മളധികം അങ്ങനെ ക്യാപ്പ് തുറന്ന് വെച്ചിട്ട് നമ്മളധികം ഇങ്ങനെ യൂസ് ചെയ്യലില്ല. നമ്മൾ പെട്രോൾ അടിക്കാൻ മാത്രമേ നമ്മളെ ക്യാപ്പ് തുറക്കലുള്ളൂ. അങ്ങനെ തുറന്നിട്ടായിരിക്കാം ഒന്നുകിൽ ഇങ്ങനെ ഒരു ബ്രോക്കേജ് ഉണ്ടാവാനായിട്ടുള്ള കാരണം.
അപ്പോൾ ഞാൻ നോക്കി ഞാനപ്പോൾ സർവീസ് മാനേജറുടെ നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. പുള്ളി പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാം, നമുക്ക് നോക്കാം അത് എങ്ങനത്തെ ഡാമേജ് ആണ് നമുക്ക് നോക്കണം, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മാറ്റിത്തരാൻ പറ്റുന്ന എങ്ങനെ കാര്യങ്ങളെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സീല് മാത്രമായിട്ട് മാറാൻ പറ്റും. ചില വണ്ടിക്കൊക്കെ ഇതിൻ്റെ റബ്ബർ ക്യാപ്പിൻ്റെ അതിൻ്റെ ഒരു റബ്ബർ റിങ് ഉണ്ട്, ആ റിങ് മാത്രമായിട്ട് മാറാം. പക്ഷേ ഇവർ ചോദിച്ചു കഴിയുമ്പോൾ ഇവരൊന്നുമില്ല, റിങ് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല, നമുക്ക് ഈ ക്യാപ്പ് ഫുള്ളായിട്ട് മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഫ്യൂൽ ലിഡിൻ്റെ ഈ ഒരു ക്യാപ്പ് ഫുള്ളായിട്ട് ഇത് മാറണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. മാസത്തിൽ 1-2 തവണയെങ്കിലും നമ്മൾ കിക്കർ അടിച്ചിരിക്കുക, അതാണ് ഒന്നാമത്തെ ഒരു മെയിൻ കാര്യം. മാസത്തിൽ 1-2 തവണയെങ്കിലും കിക്കർ അടിക്കുക. പലരും കിക്കർ അടിക്കുന്ന ഭയങ്കര പണിയാണെന്ന് കരുതും. പക്ഷേ ഇതിൽ നിങ്ങൾ ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഇത് മെയിൻ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ എഞ്ചിൻ ഓഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എഞ്ചിൻ ഓഫ് നിങ്ങൾ വെക്കുമ്പോൾ ചിലപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയിരിക്കും സ്വിച്ച് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഞെക്കിയാലേ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞാൽ ഫ്യൂൽ പമ്പ് ഓണായിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഫുള്ള് എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് വെക്കുക. അല്ലാണ്ട് നമ്മൾ കീ ഓഫ് ചെയ്യുന്നൊരു പരിപാടി നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. പലരും നേരെ കൊണ്ടുവച്ച് വണ്ടി ഗിയറിലാണ് നേരെ ഇത് ഓഫ് ചെയ്യുക. അതിനേക്കാളും നല്ലത് നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഓഫായി കിട്ടും. പിന്നെ നമ്മൾ ഓണാക്കുമ്പോൾ ചില സമയത്ത് പറഞ്ഞാൽ ചിലർ ഓണാക്കിയിട്ടിട്ട് ചിലപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വന്നിട്ട് സെൽഫ് അടിക്കുന്നത്. അപ്പം അത് എടുക്കാൻ ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ അതിനായിട്ടാണ് പറയുന്നത്, നമ്മൾ വണ്ടി ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ എഞ്ചിൻ ഓഫ് ചെയ്യുക. എഞ്ചിൻ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പം ഇത് എഞ്ചിനോട്ട് പിന്നെ കറണ്ടോ അങ്ങനത്തെ ഫ്യൂലോ അങ്ങനത്തെ സപ്ലൈ ഒന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ഓണാക്കുമ്പോൾ ആദ്യം സ്വിച്ച് ഓണാക്കുക. അതിനുശേഷം ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്യൂൽ പമ്പ് എടുക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ചെറിയൊരു മൂളക്കം നമുക്ക് കേൾക്കാൻ പറ്റും ഫ്യൂൽ പമ്പ് എടുക്കാൻ നേരം. ആ മൂളക്കം കേട്ട് കഴിഞ്ഞതിന് ശേഷം സെൽഫ് അടിക്കുക. ചിലപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ നമ്മളൊരു ഷോട്ട് ചെയ്തിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുപോലെ ഒരു പ്രശ്നം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഞാൻ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇതും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സെൽഫ് നമ്മൾ അടിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് വണ്ടി ഫുള്ളൊന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്യൂൽ പമ്പിനെ ഒന്ന് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് ഓണാക്കി റെഡി ആകുമ്പോഴത്തേന് തന്നെ നമ്മൾ കിക്കർ റെഡിയാക്കി വെച്ചിരിക്കണം. ആ കിക്കർ റെഡിയാക്കി വെച്ച് ഒരു 2-3 അടിക്കുള്ളിൽ തന്നെ നമുക്ക് ആ ഫ്യൂൽ പമ്പ് എടുത്ത് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ കിക്കർ അടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാൻ നമ്മൾ എത്ര തവണ കിക്കർ അടിച്ചാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനൊരു കാര്യം ഇതിനകത്ത് നമ്മൾ കിക്കർ അടിച്ചിട്ട് നിങ്ങൾ എടുക്കാൻ നേരം ഒന്നാമത്തെ സഹിക്കുക. ചിലർ കിക്കറൊന്നും വർക്കാവത്തില്ലെന്ന്, അത് ജസ്റ്റ് ഒരു കീ ഓണാക്കിയതിന് ശേഷം കിക്കർ അടിച്ചാൽ കിക്കർ വർക്കാകത്തില്ല. ഇതിൻ്റെ ഫ്യൂൽ പമ്പ് ഓണാക്കിയതിന് ശേഷം നമ്മൾ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിക്കർ നമുക്ക് അടിച്ച് കിട്ടും. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ നമ്മൾ മാറ്റി. അപ്പോൾ ഈ എനിക്ക് തോന്നുന്ന എല്ലാ എക്സ്പൾസിനും ഈ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇൻഡിക്കേറ്ററിനകത്ത് വെള്ളം കയറുന്ന ഒരു പ്രശ്നം എല്ലാ എക്സ്പൾസിനും ഞാൻ 2-3 എക്സ്പൾസിന് ഞാൻ കണ്ടു. അതായത് LED ഇൻഡിക്കേറ്ററുള്ള എക്സ്പൾസിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. സാധാ ഇൻഡിക്കേറ്ററുള്ള എക്സ്പൾസിൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല. LED ഇൻഡിക്കേറ്ററുള്ള എക്സ്പൾസിന് ഒരു 1-2 എണ്ണത്തിനെല്ലാം ഞാൻ ഇങ്ങനെ വെള്ളം കയറിയിട്ട് കണ്ടു. ഇതിൻ്റെ എൻ്റെ ബാക്കിൽ വെള്ളം കയറി. അത് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ പിന്നെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ബാക്കിൽ ഫുള്ള് വെള്ളമാണ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഫുള്ള് വെള്ളം കയറിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വണ്ടി ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഞാൻ മാറ്റാൻ അവിടെ ഒരു എക്സ്പൾസ് ഒരു 210 വന്നിരുന്നു. അപ്പോൾ 210 വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കി കഴിയുമ്പോൾ ഫ്രണ്ടിലെ 2 ഇൻഡിക്കേറ്ററും ഫോഗ് കയറി അടിച്ചിരിക്കുകയാണ്. അകത്ത് വെള്ളം കയറിയിട്ട് ചെറിയ വെള്ളത്തുള്ളിയായിട്ട് ഇങ്ങനെ ചൂട് കയറി അടിക്കുമ്പോൾ ആവി പൊങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കത്തില്ല, അതേപോലെ തന്നെ ഒരു വെള്ളത്തുള്ളിയായിട്ട് അതിൻ്റെ 4 ഇൻഡിക്കേറ്ററും ഞാനങ്ങനെ കണ്ടു. അതാ എക്സ്പൾസിൻ്റെ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണോ LED ആയതുകൊണ്ട് അങ്ങനെ മാറിയതാണോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. LED ആയിട്ടുള്ള പുതിയ എക്സ്പൾസ് 2025 എക്സ്പൾസ് ആണെങ്കിലും എക്സ്പൾസ് 210 ആണെങ്കിലും എക്സസ് 204 ആണെങ്കിലും ഇതിൻ്റെ LED ഇൻഡിക്കേറ്റർ ഉള്ളതിൻ്റെ എല്ലാം ഒരു വെള്ളം കയറുന്ന ഒരു പ്രവണതയുണ്ട്. അത് നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അത് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ചിലപ്പം അതിനകത്ത് ആ ഫോഗ് കയറിയത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അത് അപ്പം ഒന്ന് മെയിനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത ഇന്നെന്താ ഉള്ളത് അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ആലോചിച്ചിട്ട് വരണം. പഴയ കാര്യങ്ങളാണ് എല്ലാം. ഒരു 2-3 മാസമാണ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വരണം. പിന്നെ ബാറ്ററി എടുക്കാൻ നേരം നമുക്ക് അതിൻ്റെ വോൾട്ടേജ് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചിലപ്പം പുതിയ ബാറ്ററി നമുക്ക് വാറണ്ടിയിൽ നമുക്ക് മാറി തന്നിട്ടുണ്ടായിരുന്നു. അതപ്പം നമുക്ക് നമ്മുടെ വോൾട്ടേജ് നോക്കുമ്പം സെയിം വോൾട്ടേജാണ്. പക്ഷേ ഇതിന് ആമ്പ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര ആംബിയർ കയറുന്നു എന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കിയിട്ടാണ് ഷോറൂമുകാർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ ബാറ്ററി തന്നത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ മെയിനായിട്ട് വന്നില്ല. പിന്നെ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ
നിങ്ങൾ നമ്മൾ ഫസ്റ്റ് സർവീസ് പോവുകയാണെങ്കിലോ നിങ്ങൾ ചെയിൻ ലൂവ് ചെയ്യണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഒന്നുകിൽ ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർ നമ്മുടെ സർവീസിൻ്റെ എല്ലാം പരിപാടിയെല്ലാം കഴിയുമ്പോൾ തന്നെ ചെയ്ത് കഴിയുമ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇവർ ഫുള്ളങ്ങ് വാഷ് ചെയ്യുമ്പം ഈ ചെയിനോട് ചേർത്ത് വാഷ് ചെയ്യുമ്പോൾ ഇവരപ്പം നമ്മളിപ്പം ചെയിൻ ലൂബ് ചെയ്യേ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ചെയിൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നെ നല്ല മോഡലായിട്ടുള്ളൊരു ലൂബ്രിക്കേഷൻ, നല്ലൊരു ലൂബ്രിക്കേഷൻ. അതെനിക്ക് ആ ഫസ്റ്റ് വണ്ടി വന്നപ്പം എനിക്ക് ആ ചെയിനിലുണ്ടായിരുന്ന ആ ഒരു ലൂബ്രിക്കേഷൻ എനിക്ക് നല്ലോണം അങ്ങ് ഇഷ്ടപ്പെടും. കാരണം വണ്ടി ആ ചെയിനിനകത്ത് ആ ലൂബ് ഇരിക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ തൊട്ട് കഴിയുമ്പോഴാണ് കറക്റ്റ് അതിനകത്ത് ആ ഒരു ലൂബ്രിക്കേഷൻ അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ചെയിൻ ഫുള്ള് ഡ്രൈ ആണോ എന്ന് കരുതിയിട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പം അതിനകത്ത് ലൂബ്രിക്കേഷൻ ഉണ്ട്. അതായത് അതിനകത്ത് അവർ ഇതിൻ്റെ ലൂബ്രിക്കേഷൻ ഓയിലോ ഗ്രീസോ എന്താണെന്നല്ല കറക്റ്റ് ഇവർ തേച്ചേക്കുന്നത്. പക്ഷേ സാധനം പക്ക ലൂബ്ഡാണ്. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നമുക്ക് ഫസ്റ്റ് വണ്ടി കിട്ടുമ്പോൾ നമുക്ക് വണ്ടിയുടെ ചെയിനിലെ ലൂബ്രിക്കേഷൻ, ആ ലൂബ്രിക്കേഷൻ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വരാം ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും എല്ലാം നിങ്ങൾക്ക് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് തന്നെത്താനെ ഒന്നുകിൽ ലൂബ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടിട്ട് ലൂബ് ചെയ്യാൻ നേരം അവരോട് പ്രത്യേകം പറയുക വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൂബ് ചെയ്യാമെന്ന് പ്രത്യേകം പറയുക. അല്ലെങ്കിൽ അവർ ലൂബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ അടിച്ച ലൂബെല്ലാം വെറുതെ വേസ്റ്റായി പോകും. ഒരു 250 രൂപ 300 രൂപ കൊണ്ട് ഇവർ ഈ ചെയിൻ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഇവർ വാങ്ങിക്കുന്നുണ്ട്. അതപ്പം വെറുതെ പോകും. അപ്പോൾ അവരുടെ അടുത്ത് പറയുക ഒന്നുകിൽ നിങ്ങൾ വണ്ടി കഴുകി ലൂബ് ചെയ്തല്ലോ ചെയ്തെന്ന് നിങ്ങൾ ചെയിൻ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി ക്ലീൻ ചെയ്യാൻ കൊടുക്കുക. അതായത് വണ്ടി എന്തായാലും സർവീസ് ചെല്ലാൻ നേരം അവരൊന്നിലേക്ക് വണ്ടി കഴുകാനെടുക്കും. അപ്പോൾ അത് കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലൂബ് ചെയ്യാൻ അവരുടെ അടുത്ത് പറയുക. അപ്പോൾ ചിലപ്പോൾ അവരൊന്നും മടി കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ചിലപ്പം പ്രയാസം ഉണ്ടാവും. കാരണം പിന്നെ നനഞ്ഞ വണ്ടി കയറ്റിയിട്ട് പിന്നെ ലൂബ് ചെയ്യാനായിട്ട് അവർക്ക് പ്രശ്നമുണ്ടാവും. അപ്പം അത് നോക്കുക, ഇല്ലെങ്കിൽ ലൂബ് ചെയ്യേണ്ട നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ള ഒരു പ്രവണതയാണെങ്കിൽ നമുക്ക് തന്നെത്താനെ നമുക്ക് ലൂബ് ചെയ്യാം. പക്ഷേ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല എന്നൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർക്കണം. അതായത് ഈ എക്സ്പൾസിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. എക്സ്പൾസ് അതേപോലെ തന്നെ പെർഫോമൻസിൽ വണ്ടികൾക്ക് കുറേ ഒന്നും നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നതല്ല. അപ്പം അത് ഒന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ലൂബ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നല്ല അതിശക്തനായ അതികായകനായ നമ്മുടെ പൂഞ്ഞിക്കരയെ പോലെ ഉള്ള ഒരാളെ നിങ്ങൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൂബ് ചെയ്യാം. കാരണം ഒന്ന് ബാക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി നൂട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി ഒന്ന് ലൂബ് ചെയ്യാനാണെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ പൂഞ്ഞിക്കരെ പോലെ ഒരാളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർണോൾഡ് ഷ്വാസ്നഗറെ പോലെ ഒരാളെ നമുക്ക് വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആർണോൾഡ് ഷ്വാസ്നഗറെയോ നമുക്ക് വെച്ച് ഒപ്പിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പം വല്ല ആക്രിക്കടയിൽ പോയി കഴിഞ്ഞാൽ പഴയ വണ്ടികളുടെ സെൻറ്റർ സ്റ്റാൻഡ് കിട്ടും. ഞാൻ ഷോറൂമിൽ ചെന്ന് ഇവർ അങ്ങനെയാണ് കണ്ടത്. പഴയ ഏതോ വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡ് ഊരിയിട്ട് വരുന്നതിന് കയറ്റിയിടുന്നത്. പഴയ വണ്ടിയുടെ തന്നെ സ്പ്രിങ്ങും കയറ്റിയിടുന്നതിന് ശേഷം ഒരു സർപ്പിന്നെന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ പിന്ന് കയറ്റിയിട്ടാണ് പഴയ മറ്റേ സാധാ എല്ലാ വണ്ടികളുടെയും ഒക്കെ സെൻറ്റർ സ്റ്റാൻഡ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വല്ല ആക്രിയോ അല്ല പൊളിച്ച് വെക്കുന്ന കട വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അവിടെ ആ സെൻറ്റർ സ്റ്റാൻഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കയറ്റിയിടാനുള്ള ഹോളുണ്ട്. ആ ഹോളിനകത്ത് വെച്ചിട്ട് നമുക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിട്ട് വണ്ടി നമുക്ക് തന്നെത്താനെ സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട്, പക്ഷേ വെക്കുമ്പോൾ ഒന്നാമത്തെ കാര്യമായിരിക്കണം സാധനം വെക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചരിച്ചിട്ട് ഊരിയെടുക്കുക. സ്പ്രിങ് ഇല്ലാത്തതുകൊണ്ട് സാധനം തിരിച്ച് അടിച്ച് വരത്തില്ല നമ്മുടെ സാധാ വണ്ടികളുടെ കൂട്ട്. നേരെ തറയിൽ കൂടെ തന്നെ നിരങ്ങി നിൽക്കും. അതും ഒന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വണ്ടി ലൂബ് ചെയ്യുന്നത് ഒന്നുകിൽ ഫസ്റ്റ് സർവീസിന് ലൂബ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ലൂബ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ലൂബ് അതേപോലെ തന്നെ. പക്ഷേ എങ്ങനെ പോയാലും അവർ വണ്ടി കഴുകുമ്പം ഇതെല്ലാം കൂടെ അടിച്ച് കളയും. അത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം നല്ല ഒരു ചെയിൻ ലൂബ് തന്നെ വാങ്ങിക്കാൻ നിങ്ങൾ നോക്കുക. ചിലപ്പോൾ വലിയ നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ലോക്കലായിരിക്കും ചെയിൻ ലൂബോ, നല്ലൊരു ചെയിൻ ലൂബോ അല്ല കളർ ലൂബോ അങ്ങനത്തെ. മാക്സിമം വെള്ളം പറ്റിയാലും അല്ലെങ്കിൽ നമ്മൾ ചെളിയിൽ കൂടെ പോയി കഴിഞ്ഞാലും തന്നെ നമ്മുടെ ചെയിനകത്ത് പറ്റിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ചെയിൻ ലൂബ്, അതായത് മണ്ണും വെള്ളമൊന്നും പറ്റിയിരിക്കുന്നില്ല, ആ ചെയിൻ ലൂബ് അതേപോലെ തന്നെ ചെയിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് വണ്ടി നല്ലോണം ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ മോഡുകൾ പലതരം മോഡുകളുണ്ട്. നമ്മൾ പോകുന്ന ടെറൈൻ അനുസരിച്ചും റോഡുകൾക്കനുസരിച്ചും നമുക്ക് മാറ്റിയിടാം. നമുക്ക് ഇതേപോലുള്ള സാധാരണ നോർമൽ റോഡാണെങ്കിൽ നമുക്ക് റോഡ് വെച്ചിട്ട് പോകാം. കുറച്ച് ഓഫ് റോഡ് മോഡലാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഓഫ് റോഡ് മോഡ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. അതപ്പം നമുക്കങ്ങനെ മോഡ് മാറ്റാനും അതേപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള മൂഡും സംവിധാനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളൊരു വെയറിൻ്റെ, അതായത് ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു ടയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാ ഇങ്ങനെ ഈ എഡ്ജെല്ലാം ഇങ്ങേ സൈഡ് വരെ ഫുള്ള് കീറിയിരിക്കുകയാണ്. അതാണ് നമുക്ക് വന്ന വേറൊരു കംപ്ലൈൻറ്റ്. അപ്പം
ഇത് ഫുള്ളായിട്ട് മാറ്റാനായിട്ടാണ് ഷോറൂമിൽ വിളിച്ച് വെച്ചപ്പോൾ നമുക്ക് പുള്ളി തന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വിടിരിപ്പുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് സെൽഫ് എടുക്കണമെന്ന്. പലരും സെൽഫ് അടിക്കുമ്പോൾ തന്നെ പലര് കുറേ നേരം വെച്ചിട്ട് പിന്നെ ആയിരിക്കും പലരും സെൽഫ് അടിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് അടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതാണ് നമുക്ക് വന്ന ഫോഗിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ വീഡിയോ കാണിച്ചു. അപ്പോൾ നമ്മൾ ഫുൾ ഓഫാണ്, ഈ സ്വിച്ചും ഓഫാണ്. വണ്ടി ന്യൂട്രലാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫുള്ള് സ്വിച്ച് ഓഫാണ്. നമ്മൾ ഇഗ്നീഷൻ ഓണാക്കുന്നു. ഇഗ്നീഷൻ ഓണായി. ജസ്റ്റ് ഒന്ന് പ്രസ് കഴിഞ്ഞ് ഫ്യൂൽ പമ്പ് എടുത്തു. നമ്മൾ കിക്കർ റെഡിയാക്കി വെച്ചു. 1 2 3 മൂന്നാമത്തെ അടിയിൽ നമുക്ക് ആ ഫ്യൂൽ പമ്പ് എടുത്ത 15 സെക്കൻഡിനുള്ളിൽ നമ്മൾ, അല്ലെങ്കിൽ 2-3 സെക്കൻഡിനുള്ളിൽ ഫ്യൂൽ പമ്പ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചോണം. 3 അടിക്ക് തന്നെ നമുക്ക് കിക്കർ എടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കിക്കർ എടുക്കുന്നില്ല എന്നുള്ള പരാതി ആർക്കും ഉണ്ടാവലില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ വണ്ടി നിങ്ങൾ സർവീസിന് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി വാഷിങ്ങിന് കൊടുക്കുകയാണെങ്കിലോ അവിടെ പ്രഷർ വാഷർ ഇട്ടിട്ടായിരിക്കും വണ്ടി വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പം ഈ ഒരു ഏരിയ, അതായത് ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെയും ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഏരിയ വെള്ളം അടിക്കാതിരിക്കാൻ പ്രത്യേകം പറയുക. വെള്ളം അടിക്കരുത്, ഒരു കാരണവശാലും ഫോഴ്സിൽ വെള്ളം അടിക്കരുത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, വെള്ളം ഇറങ്ങിയാൽ ഇതിൻ്റെ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആവും. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3 മിനിറ്റിൻ്റെ സംതിങ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതാണ് ശരിക്കും ഇതിൻ്റെ ഓഫ് സ്വിച്ച്. ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ DRL എച്ച് പോലെ ഉള്ള DRL ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ, LED ലൈറ്റുണ്ട്. ആ ഒരു DRL മാത്രമാണ് ഇത്. ജസ്റ്റ് നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ തൊട്ട് നമുക്കത്താം. പിന്നെ നമ്മളിത് ഓണാക്കിയിട്ടാൽ ഇത് ലോ ബീം, ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ഹൈ ബീം. അപ്പം നമ്മളിത് ഓണാക്കാതെ തന്നെ ഇതിൻ്റെ ഈ ലൈറ്റ് വെള്ളം കയറിക്കഴിഞ്ഞാൽ അത് കത്തുന്നു. ഒന്നുകിൽ ഇതിനകത്ത് വെള്ളം കയറുന്നതാണോ, നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഈ സ്വിച്ചിൻ്റെ അവിടെ വെള്ളം കയറുന്നതാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത്രയൊക്കെയാണ് ഒരു എക്സ്പൾസ് എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിപ്പം നമ്മൾ 200 4V എടുത്താലും 210 എടുത്തു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഇത്രയാണ് നമ്മുടെ എക്സ്പൾസിൻ്റെ ഒരു 3700 കിലോമീറ്ററിൽ നമുക്ക് ഉള്ള റിവ്യൂ. അതായത് ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഈ പറയുന്നത്. അല്ല നമ്മൾ വേറെ ഒരു ഷോറൂമിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റിവ്യൂ അല്ല. നമ്മളൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഈ പറയുന്നത്. ഒരു ഓണറായിട്ട് ഉള്ള രീതിയിൽ 3700 കിലോമീറ്റർ ഇത്രയും നാൾ ഓടിയതിൽ ഉള്ള റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പം എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എക്സ്പൾസിൻ്റെ ഒരു 3700 കിലോമീറ്ററിൻ്റെ നമ്മുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം മീറ്റ് എക്സ്പ്ലോർ ബൈ ജു. സി യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.